നിനക്ക് ഇത്ര ധൈര്യോ? സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ ദീക്ഷയുടെ അടുത്തേക്ക് നീങ്ങി. മറ്റു 3 പേർ അവളെ എല്ലാ ഭാഗത്തു നിന്നും വളയാൻ തുടങ്ങി. കണ്ണിമ വെട്ടുന്ന നിമിഷത്തിൽ ദീക്ഷ അവരുടെ കയ്യിലായി. മൂവരും ചേർന്ന് അവളെ നിഷ്കരുണം പിടിച്ചു നിർത്തി. ഒരാൾ ദീക്ഷയുടെ കൈ വളച്ച് അവരുടെ മുഖം നിലത്തേക്ക് താഴ്ത്തി. അപ്പോഴും ദീക്ഷ സ്വയം മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവള് അലറിക്കരഞ്ഞു. എന്നാ അവൾ അവരെ ബെഡിലേക്ക് തള്ളിയിട്ടു. പെട്ടെന്ന് മുറിയുടെ ഡോറിൽ ഒരു ശബ്ദം കേട്ടു. അവളെ വിടടാ! ഒരു വലിയ ശബ്ദം അവിടെ മുഴങ്ങി. എല്ലാവരും തിരിഞ്ഞു നോക്കി. അവിടെ വീൽചെയറിൽ ഒരാൾ ഇരിക്കുന്നു. വീൽചെയർ പിടിച്ചുകൊണ്ട് പ്രായമായ മറ്റൊരാളും. വിക്രമിനെ കണ്ടതും ദീക്ഷ ആശ്വാസത്തോടെ എഴുന്നേറ്റു. അവൾ അവരെയെല്ലാം തള്ളിമാറ്റി വിക്രമിന്റെ അടുത്തേക്ക് ഓടി. അവൾക്ക് എവിടെ നിന്നോ ഒരു ധൈര്യം കയറി വരുന്നത് പോലെ തോന്നി. മഠത്തിൽ തറവാട്ടിലെ വിക്രമിന്റെ ഭാര്യയെ തൊടാൻ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നടാ? ആര് പറഞ്ഞയച്ചതാ നിന്നെയൊക്കെ? വിക്രം ഉറക്കെ വിളിച്ചു ചോദിച്ചു. അവന്റെ കണ്ണുകളിൽ അപ്പോൾ കണ്ട ആ തിളക്കം ദീക്ഷയ്ക്ക് ധൈര്യം നൽകി. ശബ്ദം കേട്ട് പെട്ടെന്ന് പേടിച്ചിരുന്ന ആ ഗുണ്ടകൾ വീൽചെയറിലിരിക്കുന്ന വിക്രമിനെയും അത് തള്ളിക്കൊണ്ടു നിന്ന പ്രായമായ അവന്റെ ജോലിക്കാരനെയും കണ്ടപ്പോൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ആണോ? എന്നാ ഈ ഭർത്താവ് വന്ന് ഭാര്യയെ രക്ഷിച്ചോണ്ട് പോയാട്ടെ, ഞങ്ങളിവിടെ വെറുതെ നിൽക്കാം. അവർ അവനെ കളിയാക്കി ചിരിച്ചു. എന്നിട്ട് വീണ്ടും ദീക്ഷയുടെ കയ്യിൽ കയറി പിടിച്ചു വലിച്ചു. എന്നാ ഇത് പറഞ്ഞയുടനെ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. കണ്ണിമ വെട്ടുന്ന സമയം അവരെല്ലാവരും നിലത്ത് കിടന്നു, അനങ്ങുക പോലും ചെയ്യാതെ. അബോധാവസ്ഥയിലാണോ മരിച്ചതാണോ എന്ന് വ്യക്തമല്ല. എന്താണ് അവിടെ നടന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. വിക്രമാണത് ചെയ്തതെന്ന് ദീക്ഷയ്ക്ക് മനസ്സിലായി. എന്നാ അവൻ എങ്ങനെ ചെയ്തു എന്ന് അവൾക്കും വ്യക്തമായില്ല. അവൾ ഒന്നും മനസ്സിലാവാതെ വിക്രമിന്റെ മുഖത്തേക്ക് നോക്കി. ഞങ്ങളുടെ കുടുംബത്തിൽ ഇനിയും നീ അറിയാത്ത ഒരുപാട് രഹസ്യമുണ്ടെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് എന്താ ഏതാന്നൊന്നും ഒരുപാട് ചിന്തിക്കണ്ട. അവളുടെ ചിന്ത മനസ്സിലാക്കിയതുപോലെ വിക്രം പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞ് അയാളുടെ വീൽചെയറിൽ പിടിച്ചു നിൽക്കുന്ന ഡ്രൈവറായ മധുവിനോട് പറഞ്ഞു. ആ നിലത്ത് കിടക്കുന്നവരുടെയൊക്കെ കൈയങ്ങ് വെട്ടിയരിഞ്ഞേക്ക്. പിന്നെ അവരുടെ ആ വൃത്തികെട്ട ശരീരഭാഗവും. ഇനി ഒരു പെണ്ണിന്റെ മുമ്പിലും ആണാണെന്ന് പറഞ്ഞു നിൽക്കാൻ ഇവർക്കാവരുത്. അയാൾ അപ്പോൾ തന്നെ കത്തിയുമായി അവർക്ക് നേരെ പോയി. ദീക്ഷ ഇതെല്ലാം കണ്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുകയായിരുന്നു. നിനക്കിനി അതും കൂടി കാണണോ? വിക്രം ദേഷ്യത്തോടെ ദീക്ഷയോട് ചോദിച്ചു. വേണ്ട, അവൾ പതിഞ്ഞ സ്വരത്തിൽ മറുപടി പറഞ്ഞു. എന്നാ നമുക്ക് പോവാം. ദീക്ഷ ആ വീൽചെയർ ഉന്തിക്കൊണ്ട് വിക്രമുമായി പുറത്തേക്ക് നടന്നു. ആദ്യമായിട്ടാണ് ഈ ലോകത്ത് ഒരാൾ തനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നത്. അവൾക്ക് വിക്രമിനോടുള്ള ബഹുമാനവും ഇഷ്ടവും കൂടി. അദ്ദേഹത്തിന് എന്നോടുള്ള താല്പര്യം കൊണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്തത്. അവൾ പെട്ടെന്ന് വീൽചെയർ നിർത്തി. എന്നിട്ട് കുനിഞ്ഞ് വിക്രമിനെ കെട്ടിപ്പിടിച്ചു. താങ്ക് യു. ഇന്ന് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അവിടെ എന്താ സംഭവിക്കാന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. നിങ്ങൾ എന്റെ മാനം രക്ഷിച്ചു. അത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. നീ ഞങ്ങളുടെ കുടുംബത്തിലെ മരുമകളാണ്. കുടുംബത്തിന് മാനഹാനി വരുന്നതെന്തും ഞാൻ തടയും, അത്രയുള്ളൂ. വിക്രം വളരെ പരുഷമായി മറുപടി പറയുകയും ദീക്ഷയോട് മുന്നോട്ടു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ദീക്ഷ എഴുന്നേറ്റ് വീണ്ടും വീൽചെയർ തള്ളാൻ തുടങ്ങി. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, തന്നോടുള്ള ഇഷ്ടം കൊണ്ടു കൂടിയാണ് വിക്രം അത് ചെയ്തതെന്ന് അവൾ ആലോചിച്ചു. അപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവൾ സ്നേഹത്തോടെ അവനെ നോക്കിയപ്പോൾ സുധ മുതലക്കണ്ണീരുമായി അങ്ങോട്ടേക്ക് വന്നു. അയ്യോ, എന്താ എന്റെ മോക്ക് സംഭവിച്ചത്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ആരൊക്കെ നിന്റെ മുറിയിലേക്ക് വന്നേ? എന്നിട്ട് എന്റെ പൊന്നുമോക്കൊന്നും പറ്റിയില്ലല്ലോ. കൃത്യസമയത്ത് മോൻ വന്നോണ്ട് രക്ഷപ്പെട്ടു. വളരെ നന്ദിയുണ്ട്. ദീക്ഷയ്ക്ക് വർഷങ്ങളായി ഈ നാടകം നല്ല പരിചിതമായിരുന്നു. എന്തേലും കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം പുറത്തേക്ക് വരുന്ന പൂങ്കണ്ണീരായത്. അവൾക്കത് കണ്ടിട്ട് വെറുപ്പ് തോന്നി.
നിങ്ങളുടെ ഈ നാടകം ഒന്ന് നിർത്താവോ? കാലങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ. നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ദീക്ഷ പറഞ്ഞു. എന്നെ കളിയാക്കുന്ന ശീലം നിനക്ക് ഇപ്പോഴും നിർത്താനായില്ലല്ലേ? പണ്ട് മുതലേ നീ ഇങ്ങനെ തന്നെയാ. സുധ വിക്രമിനെ നോക്കി മെല്ലെ വിഷയം മാറ്റാനായി പറഞ്ഞു. മോന് കേക്കണോ? ഞാൻ ഇവളുടെ രണ്ടാനമ്മയാണെങ്കിലും ദേയെയും ഇവളെയും ഞാൻ ഒരുപോലെ കണ്ടിട്ടുള്ളത്. യാതൊരു വിവേചനവും ഇന്നേ വരെ ഞാൻ കാണിച്ചിട്ടില്ല. ഒരുപാട് സ്നേഹം നൽകിയ ഞാൻ ഇവളെ വളർത്തിയത്. അതിവളുടെ സ്വഭാവത്തിൽ കാണാനുണ്ട്. എല്ലാം എന്റെ മോന്റെ ഭാഗ്യ. വിക്രമിനെ സോപ്പിട്ട് കുപ്പിയിലാക്കാനാണ് ഇവരുടെ ശ്രമമെന്ന് ദീക്ഷയ്ക്ക് മനസ്സിലായി. അവൾ എന്തോ പറയാൻ വന്നെങ്കിലും അമ്മയെ ഓർത്ത് അവൾ മിണ്ടാതിരുന്നു. തന്റെ അമ്മയെ കിട്ടുന്നതുവരെ ഇവരെ സഹിച്ചേ പറ്റൂ. സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിക്രം അവരോട് ചോദിച്ചു. അതെന്താ മരുമോനെ, സിനിമയും ഞാനും? സുധയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അല്ല, മലയാള സിനിമയിൽ ഇപ്പോ കുറെ സ്വഭാവ നടിമാരുടെ കുറവുണ്ട്. നിങ്ങൾ പോയാ അതൊക്കെ ഒന്ന് ഫില്ലാക്കാമായിരുന്നു. അമ്മാതിരിയല്ലേ അഭിനയം, എന്തൊക്കെയാ ഭാവങ്ങള്. ഇതൊക്കെ വെറുതെ ഇവിടെ എന്റെ മുമ്പിൽ അഭിനയിച്ച് പാഴായി പോവാണല്ലോ എന്നോർത്ത് ചിന്തിച്ചു പറഞ്ഞതാ. വിക്രം പറഞ്ഞതും സുധയുടെ മുഖം ആകെ വിളറി വെളുത്ത പോലെയായി. ഇത് കേട്ടതും ദീക്ഷ ചിരിച്ചുപോയി. അപ്പോൾ അവിടേക്ക് കൃഷ്ണകുമാർ കടന്നു വന്നു. അല്ല, ആരാ ഇത്, മരുമോനോ? നീ എപ്പ വന്നു? കുറച്ചു മുന്നേ 4 പുരുഷന്മാർ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വെച്ച് നിങ്ങളുടെ മകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. വിക്രം ദേഷ്യത്തോടെ അയാളെ നോക്കി പറഞ്ഞു. അതെ, ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ദൂരേക്ക് നോക്കി കൃഷ്ണകുമാർ പറഞ്ഞു. എന്നിട്ടും നിന്റെ മകളുടെ മുറിയിലേക്ക് പോകുന്നതിന് പകരം എന്നെ കാണാനാണല്ലോ വന്നത്. നിങ്ങൾക്ക് നാണമല്ലേ? നിങ്ങളൊക്കെ ഒരു അച്ഛനല്ലേ? വിക്രം പറഞ്ഞു. അവൻ തന്റെ പക്ഷം ചേർന്ന് പറയുന്നത് കേട്ട് ദീക്ഷയ്ക്ക് സന്തോഷം തോന്നി. അവൾ അഭിമാനത്തോടെ അവനോട് ചേർന്ന് നിന്നു. ഇത് കേട്ട് പരിഭ്രാന്തനായ കൃഷ്ണകുമാർ പറഞ്ഞു. അല്ല മരുമോനെ, നീ എന്നെ തെറ്റിദ്ധരിച്ചതാ. പറഞ്ഞ വാചകം മുഴുവനാക്കാൻ സമ്മതിക്കാതെ വിക്രം ഇടയിൽ കയറി. എന്റെ ഭാര്യയെ ബഹുമാനിക്കാത്ത ഒരു വീടിന്റെ മരുമകനാകാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങളുടെ സ്വന്തം മകളോട് ഇത് ചെയ്യാൻ ഈ ഗുണ്ടകള് ധൈര്യപ്പെട്ടത് നിങ്ങളുടെ ബലഹീനതയുടെ തെളിവാ. വിക്രം മടി കൂടാതെ പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് ദീക്ഷ മനസ്സിൽ തുള്ളിച്ചാടി. വർഷങ്ങളായി താൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ തന്റെ ഭർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂറിനുള്ളിൽ ഇതിനെല്ലാം പിന്നിൽ ആരാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ മുകളിലുള്ള മുറിയിൽ കിടക്കുന്ന പുരുഷന്മാരോട് ചെയ്തത് തന്നെ ഞാൻ നിങ്ങളോടും ചെയ്യും. വിക്രം ഭീഷണിപ്പെടുത്തിക്കൊണ്ടു പറഞ്ഞു. മോനെ, നീ എന്തൊക്കെയായി പറയുന്നത്? ദയവ് ചെയ്ത് ഞങ്ങളോട് ഈ ഒരു ക്രൂരത ചെയ്യരുത്. സുധ യാചനയോടെ പറഞ്ഞു. ഇത് ക്രൂരതയല്ല, ഇതെന്റെ ഭാര്യയ്ക്കുള്ള നീതിയാ. വിക്രം പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ദീക്ഷയുടെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ കുടുംബത്തിന്റെ അഭിമാനത്തിന് വേണ്ടിയാണ് താൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് വിക്രം അവളോട് വ്യക്തമായി പറഞ്ഞിരുന്നുവെങ്കിലും അവൾ അവനോട് വളരെയധികം കടപ്പെട്ടിരുന്നു. തനിക്കു വേണ്ടി ആരും ഇന്നേ വരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അവൾ നന്ദിയോടെ വിക്രമിനെ നോക്കി. അപ്പോഴേക്കും വിക്രം ഏൽപ്പിച്ച പണികൾ തീർത്ത് മധുവും വന്നിരുന്നു. വാ, എന്നാ നമുക്ക് പോവാം. വിക്രമിന്റെ ശബ്ദം കേട്ടതും ദീക്ഷ പെട്ടെന്ന് ചിന്തയിൽ നിന്നും ഉണർന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.